നമസ്കാരം. പ്രധാന വാർത്തകൾ. ക്ഷേമ പെൻഷൻ 2 ഗഡു ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും. ഇനി കുടിശ്ശിക 5 ഗഡു. നേരത്തെ പ്രഖ്യാപിച്ച സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ 2 ഗഡു ചൊവ്വാഴ്ച മുതൽ വിതരണം ചെയ്യും. 3200 രൂപ വീതമാണ് ലഭിക്കുക. കഴിഞ്ഞ മാസം 1 ഗഡു വിതരണം ചെയ്തിരുന്നു. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കും. 6.88 ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടക്കിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത്. 7 മാസത്തെ കുടിശ്ശികയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൽ 1 ഗഡു കഴിഞ്ഞ മാസം നൽകി. 2 ഗഡു കൂടി ഇപ്പോൾ നൽകിയാലും ഏപ്രിലേത് അടക്കം 5 മാസത്തെ പെൻഷൻ ഇനിയും കുടിശ്ശികയാണ്. കാട്ടാന ആക്രമണത്തിൽ പരിക്ക്, മാവോയിസ്റ്റ് കീഴടങ്ങി. കണ്ണൂർ കാഞ്ഞിരക്കൊള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ മാവോയിസ്റ്റ് കീഴടങ്ങി. കർണാടകയിലെ ചിക്മാംഗ്ലൂർ സ്വദേശി സുരേഷാണ് കീഴടങ്ങിയത്. മാവോയിസ്റ്റ് ആശയങ്ങൾക്ക് പ്രസക്തിയില്ലെന്ന് തിരിച്ചറിഞ്ഞാണ് കീഴടങ്ങുന്നതെന്ന് സുരേഷ് പറഞ്ഞു. 23 വർഷം മാവോയിസ്റ്റായി പ്രവർത്തിച്ചിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു. മാവോയിസ്റ്റ് സംഘത്തിൽ നിരവധി മലയാളികളുണ്ട്. സ്ത്രീകളും സംഘത്തിലുണ്ട്. കാട്ടിൽ വെച്ച് ആന കുത്തിയതോടെയാണ് തനിക്ക് പരിക്കേറ്റതെന്നും നേരത്തെ കീഴടങ്ങാൻ ആലോചിച്ചിരുന്നുവെന്നും സുരേഷ് പറഞ്ഞു. കേരള സർക്കാരിന്റെ മാവോയിസ്റ്റ് പുനരധിവാസ നയപ്രകാരമാണ് കീഴടങ്ങൽ. പുനരധിവാസ നയം അനുസരിച്ച് കീഴടങ്ങുന്ന മാവോയിസ്റ്റിന് വീട്, ജീവിതമാർഗം തുടങ്ങിയവയ്ക്ക് സർക്കാർ സഹായം നൽകും. പൊള്ളുന്ന വേനൽ, അവധിക്കാല ക്ലാസുകൾക്ക് നോ പറഞ്ഞ് മന്ത്രി. സംസ്ഥാന സിലബസിന് കീഴിലുള്ള സ്കൂളുകളിൽ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഇത് സംബന്ധിച്ച നിരവധി പരാതികൾ രക്ഷകർത്താക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഉയരുന്നുണ്ട് എന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അവധിക്കാല ക്ലാസുകൾക്കായി പണപ്പിരിവ് പാടില്ലെന്നും മന്ത്രി അറിയിച്ചു. കേരള വിദ്യാഭ്യാസ നിയമം ചാപ്റ്റർ 7 ചട്ടം 1 പ്രകാരം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ പൂർണ്ണമായും വേനലവധി കാലഘട്ടമാണ്. മാർച്ച് അവസാനം സ്കൂൾ അടയ്ക്കുകയും ജൂൺ ആദ്യം തുറക്കുകയും ചെയ്യും. അവധിക്കാല ക്ലാസുകൾ നടത്തുമ്പോൾ കുട്ടികളുടെയും രക്ഷകർത്താക്കളുടെയും സമ്മതമില്ലാതെ പണം പിരിക്കുന്നതായും ആക്ഷേപമുണ്ട്. ഇത് പാടില്ലെന്നും മന്ത്രി അറിയിച്ചു. രണ്ടു മാസം മുമ്പ് പ്രണയവിവാഹം, യുവതി ഹോസ്റ്റൽ മുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ. കോട്ടയത്ത് നവവധുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മുണ്ടക്കയം ഇളങ്കാട് വലിയപുരയ്ക്കൽ ശ്രുതിമോളാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. CA വിദ്യാർത്ഥിനിയായിരുന്നു. ഹോസ്റ്റൽ മുറിയിലാണ് ശ്രുതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫെബ്രുവരി 10-നായിരുന്നു കിടങ്ങൂർ സ്വദേശിയുമായുള്ള ശ്രുതിയുടെ വിവാഹം നടന്നത്. ഇരുവരുടെയും പ്രണയവിവാഹമായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഇതിനുശേഷം ഭർത്താവ് ജോലിക്കായി ബംഗളൂരുവിലേക്ക് പോയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത്. ഓൺലൈൻ പഠനത്തിനായി 1 മാസം മുമ്പാണ് യുവതി കോട്ടയം ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപമുള്ള ഹോസ്റ്റലിൽ മുറിയെടുത്തത്. വെള്ളിയാഴ്ച രാവിലെ പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാതെ വന്നതോടെ ഭർത്താവ് ഹോസ്റ്റലിൽ എത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതി എഴുതിയെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. കത്തിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുക്കുമണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. ചേർപ്പിൽ മുക്കുമണ്ടം പണയം വെച്ച് പണം തട്ടാൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. 33 ഗ്രാം തൂക്കമുള്ള മാല പണയം വെക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് പുത്തൂർ സ്വദേശി സിജോ അറസ്റ്റിലായത്. പാലക്കൽ സെന്ററിലെ ഐശ്വര്യ ഗോൾഡ് എന്ന സ്ഥാപനത്തിലാണ് തട്ടിപ്പിന് ശ്രമിച്ചത്. സ്വർണത്തിൽ സംശയം തോന്നിയ ജീവനക്കാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇൻസ്പെക്ടർ ലൈജുമോന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. വാൽപ്പാറയിൽ യുവാവ് മുങ്ങി മരിച്ചു. വാൽപ്പാറ വെള്ളമല ടണലിൽ സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. വാൽപ്പാറ കോപ്പറേറ്റീവ് കോളനിയിലെ താമസക്കാരനായ ശ്യാംകൃഷ്ണനാണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. വാൽപ്പാറയിലെ ബന്ധുവിനൊപ്പം തുണിക്കട നടത്തുകയായിരുന്നു ശ്യാം. കൂട്ടുകാർക്കൊപ്പം ഉച്ചയോടെയാണ് കുളിക്കാൻ പോയത്. പാറയിടുക്കിൽ അകപ്പെട്ട ശ്യാംകൃഷ്ണനെ ഫയർഫോഴ്സ് എത്തി പുറത്തെടുത്തെങ്കിലും രക്ഷിക്കാനായില്ല. മൃതദേഹം വാൽപ്പാറ സർക്കാർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകട വിവരം ആരും അറിഞ്ഞില്ല. ആശുപത്രിയിൽ എത്തിക്കാൻ വൈകി. ഒരാൾ മരിച്ചു. സൗദിയിൽ നിന്ന് ഒമാനിലേക്കുള്ള യാത്രക്കിടെ മലയാളി കുടുംബം അപകടത്തിൽപ്പെട്ടു. ഒരാൾ മരിച്ചു. കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഉമ്മന്നൂർ പഴിഞ്ഞം ബദേൽ മന്ദിരം കോശി യേശുദാസാണ് മരിച്ചത്. 55 വയസ്സായിരുന്നു. കുടുംബസമേതം സൗദി അറേബ്യയിൽ നിന്ന് റോഡ് മാർഗം സലാലയിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്താണ് അപകടമുണ്ടായത്.
ശനിയാഴ്ച രാത്രിയോടെ ഹൈമയ്ക്കടുത്ത് കർണാലയത്തിലായിരുന്നു അപകടം. ഭാര്യ വാളകം സ്വദേശി പ്രൈസി, മക്കളായ കെസിയ, കെൻസ്, സാറ എന്നിവരെ പരിക്കുകളോടെ ഹൈമ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സൗദിയിൽ നിന്ന് റോഡ് മാർഗം സലാലയിലേക്ക് പോകുന്നതിനിടെ ഇവർ സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുകയായിരുന്നു. അപകട വിവരം ആരും അറിയാത്തതിനാൽ വൈകിയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഓട്ടോറിക്ഷയിൽ കാട്ടുപന്നി ഇടിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. നെടുങ്കണ്ടത്തിന് സമീപം തേട് ക്യാമ്പിൽ കാട്ടുപന്നി ഇടിച്ച് ഓട്ടോ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. തേട് ക്യാമ്പ് MDS പാൽ സൊസൈറ്റി ജീവനക്കാരൻ മുണ്ടാട്ടുമുണ്ടിയിൽ ഷാജി, ഓട്ടോ ഡ്രൈവർ റെജി എന്നിവർക്കാണ് പരിക്കേറ്റത്. സൊസൈറ്റിയിലേക്കുള്ള പാൽ വാങ്ങുകയും ചില്ലറ വിൽപ്പന നടത്തുകയും ചെയ്യുന്നതിടെയാണ് കാട്ടുപന്നി ഓട്ടോയിൽ തട്ടിയത്. തുടർന്ന് ഓട്ടോ മറിഞ്ഞു. റെജിയും ഷാജിയും റോഡിലേക്ക് തെറിച്ചു വീണു. ഇവരുടെ ദേഹത്തേക്കാണ് ഓട്ടോ മറിഞ്ഞത്. സാരമായി പരിക്കേറ്റ ഷാജിയെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഓട്ടോ ഡ്രൈവർ റെജി തൂക്കുപാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് LDF നഗരസഭാ കൗൺസിലർ ഹൈദരാബാദ് പോലീസിന്റെ പിടിയിൽ. ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് കേസിൽ കൊടുവള്ളി നഗരസഭാ കൗൺസിലറെ ഹൈദരാബാദ് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുവള്ളി നഗരസഭ 12ാം വാർഡ് കൗൺസിലർ അഹമ്മദ് ഉനൈസിനെയാണ് അറസ്റ്റ് ചെയ്തത്. ക്രിപ്റ്റോ കറൻസി വഴി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ഹൈദരാബാദിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഉനൈസിനെ കൊടുവള്ളിയിലെ വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. അഹമ്മദ് ഉനൈസ് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് എന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. ഹൈദരാബാദിൽ നിന്ന് കൊടുവള്ളിയിലെത്തിയ പോലീസ് സംഘം കൊടുവള്ളി പോലീസിന്റെ സഹായത്തോടെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇയാളെ ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി. പാനൂർ സ്ഫോടനം, 2 പേർ കൂടി അറസ്റ്റിൽ. പാനൂർ ബോംബ് സ്ഫോടന കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. ഉച്ചയോടെ കസ്റ്റഡിയിലെടുത്ത അമൽ ബാബു, മിഥുൻ എന്നിവരുടെ അറസ്റ്റാണ് പോലീസ് രേഖപ്പെടുത്തിയത്. ഇവരെ വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് അറസ്റ്റ്. സംഭവം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്ന ആളാണ് അമൽ എന്നാണ് പോലീസ് പറയുന്നത്. മിഥുൻ ബോംബ് നിർമ്മിക്കാനുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്തയാളാണെന്നും പോലീസ് പറയുന്നു. കേസിൽ 2 പേർ ഒളിവിലാണ്. പരിക്കേറ്റ 3 പേരെ കൂടാതെ 6 പേരാണ് ഇതുവരെ അറസ്റ്റിലായത്. ഒളിവിലുള്ള 2 പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ആർക്കു വേണ്ടിയാണ് ബോംബ് നിർമ്മിച്ചതെന്ന നിർണായക വിവരം തേടിയാണ് പോലീസ് അന്വേഷണം. ഒളിവിലുള്ള പ്രതികളെ പിടികൂടാനായാൽ ഇക്കാര്യം വ്യക്തമാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഒളിവിലുള്ള പ്രതികൾക്കായുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ബോംബ് നിർമ്മിക്കാൻ മുൻകൈയെടുത്ത ഷിജാൻ, അക്ഷയ് എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. ജിലാലിനെ പിടികൂടിയാൽ ബോംബ് നിർമ്മിച്ചത് ആർക്കു വേണ്ടിയാണെന്ന് വ്യക്തമാകുമെന്നാണ് പോലീസ് കരുതുന്നത്. സ്ഫോടനത്തിൽ പരിക്കേറ്റ വിനീഷിന്റെ നില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. അതേസമയം പാനൂർ ബോംബ് സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കണ്ണൂരിൽ വിവിധയിടങ്ങളിൽ ബോംബ് സ്ക്വാഡിന്റെ വ്യാപക പരിശോധന നടന്നുവരികയാണ്.